ഹായ് ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. 10 മണിക്ക് എണീച്ച് നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പല്ല് തേച്ച് വരാം. അപ്പോൾ നമ്മൾ പല്ല് തേച്ച് വന്നിട്ടുണ്ട്. എണീച്ചതേ 10 മണിക്ക്. ഇപ്പോൾ പല്ലും കൂടി തേച്ച് വന്നപ്പോൾ 11 മണിയായി. നമുക്ക് കുളിക്കുകയും കൂടി ചെയ്യണം. അത് കഴിഞ്ഞ് നമുക്ക് കൊട്ടക്കണക്കിന് പഠിക്കാനുണ്ട്. എനിക്കറിയില്ല എന്ത് ചെയ്യുന്നത്. നമുക്ക് ഫ്രൈഡേ 2 എക്സാമുണ്ട്. 2 മേജർ പേപ്പറിൻ്റെ എക്സാം. ഐ ഡോണ്ട് നോ ഹൗ ടു ഡു ദാറ്റ് ഓൾ. എന്തായാലും നമുക്ക് നോക്കാം. സോറി ഗൈസ്. ഹായ് ഗൈസ്, ദിസ് ഈസ് മൈ ഗാങ്. ഇവളെയാണ് ഞാൻ ഒളിപ്പിക്കാൻ നോക്കിയത്. മതി അങ്ങോട്ട് പോകണ്ട, അവിടെ നിന്നാൽ മതി. ദിസ് ഈസ് മൈ ഗാങ് ഗൈസ്. ദിസ് ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ദിസ് ഈസ് മൈ സെക്കൻഡ് ബെസ്റ്റ് ഫ്രണ്ട്. ഹായ് കൊടുക്ക്. ഓക്കെ, ബൈ ഗൈസ്. പല്ല് കുളിച്ചിട്ട് കാണാം. ഗൈസ്, നമ്മുടെ കുളി കഴിഞ്ഞിട്ടുണ്ട്. ഒരു പൊട്ട് തൊടും. എന്തായാലും വീഡിയോ ഒക്കെ എടുക്കില്ലേ, കുറച്ച് വൃത്തിയാകുന്നുണ്ടെങ്കിൽ. പിന്നെ ഞാൻ ഈ ബോഡി ലോഷൻ തേക്കാൻ വേണ്ടി കൊണ്ടുവന്നപ്പോൾ ലോഷൻ ഇവിടെ മറിഞ്ഞു പോയി. ഇനി ഇത് തോണ്ടി നമുക്ക് തേക്കാം. പാറാട്ടൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാൻ തുടങ്ങാം. അപ്പോൾ ഒരു ചായ കുടിച്ചുകൊണ്ട് പഠിക്കാമെന്ന് വിചാരിച്ചു. ചായ കുടിക്കുന്ന സമയം 12:05 ഉച്ചയ്ക്ക്. അപ്പോൾ നമുക്ക് പഠിക്കുമ്പോൾ നല്ല ബുദ്ധി വരാൻ അമ്മ ഇവിടെ നമുക്ക് കുറച്ച് ആൽമണ്ട്സ് തന്നിട്ടുണ്ട്. ഇത് കഴിച്ച് നമുക്ക് പഠിക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാൻ പോവാണ്. മഷ്റൂം കറി, അച്ചാർ, മുട്ട ആൻഡ് ചീര ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഒന്ന് തിന്ന് കാണിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ലക്ഷൂറിയസ് ഫുഡ് ഇന്നും കൂടി തിന്നാം. നാളെ നമ്മൾക്ക് പോകണം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇന്നും കൂടി തിന്നാൻ പറ്റുന്നുണ്ട്. നല്ല സങ്കടവുമുണ്ട്. നാളെ പോകണം. അപ്പോൾ ഗൈസ്, തീറ്റയൊക്കെ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ അമ്മ പ്രത്യേകമായിട്ട് നിങ്ങളോട് എടുത്ത് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അത് വെറും ചീരയല്ല, മത്തനിലയാണെന്ന്. സോറി ഗൈസ്, മത്തനില തോരനാണ് അത്. കർക്കിടക മാസം സ്പെഷ്യലായിട്ട് നമ്മൾ കഴിക്കണം, അതുകൊണ്ട് ഉണ്ടാക്കിയതാണ്. സ്പെഷ്യലായിട്ട് എടുത്ത് പറയണമെന്ന് പറഞ്ഞതുകൊണ്ടാണ്. എന്തായാലും നമുക്കിനി വീണ്ടും പഠിക്കാൻ തുടങ്ങാം. ഗൈസ്, നിങ്ങൾ വിചാരിക്കുക ഞാൻ ഈ വീട്ടിൽ പണിയൊന്നും എടുക്കാറില്ല എന്ന്. ആക്ച്വലി ഞാൻ ഇങ്ങനെയുള്ള ഒത്തിരി സഹായങ്ങൾ ഇവർക്ക് ചെയ്യാറുണ്ട്. ഇത് നമ്മൾ വൈകുന്നേരം ചായയും പന്നും കൊത്തിക്കയറ്റുന്ന ദൃശ്യങ്ങളാണ്. ഇതിനൊന്നും ഞാൻ മിണ്ടിയില്ല. എനിക്കറിയില്ല, നിശബ്ദമായി പോയി എന്ന് തോന്നുന്നു. ഈ സ്ത്രീ പറഞ്ഞു അവനവന് വേണമെങ്കിൽ പുരട്ടുക. അപ്പം നമുക്ക് കൊണ്ടുപോകാനുള്ള മെത്തോഡി മസാല പുരട്ടാം. അതിനുള്ള മാരിനേഷനാണിത്. ഇതിൽ നമ്മൾ ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ആൻഡ് പെപ്പർ പൗഡർ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇത് നമ്മൾ പുരട്ടി എടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് നമ്മൾ ഇന്ന് പൊരിക്കും, ബാക്കിയുള്ളത് നമുക്ക് നാളെ കൊണ്ടുപോകാൻ. ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾ വിചാരിക്കും. ഞാൻ കുറേ പോകുന്നുണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഞാൻ കോഴിക്കോടാണ് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ ഹോസ്റ്റലിലേക്ക് പോകും നാളെ, മഴ അവധിയൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ കൊണ്ടുപോകാനാണ് ഇതിങ്ങനെ പുരട്ടുന്നത്. ഫ്രിഡ്ജിലേക്ക് വെക്കാൻ വേണ്ടി. അപ്പപ്പുഴുക്കുള്ള ചാറ് ഇവിടെ റെഡിയാവുന്നുണ്ട്. ഈ ഭക്ഷണങ്ങൾ ഇതിലേക്ക് വരും. ഫുഡ് നത്തോലി പൊരിച്ചതും അയലക്കറിയും വെരി ടേസ്റ്റി.